നമ്മൾ വീട് വാങ്ങിച്ചപ്പം ഗൈസ് ഒരു കാര്യം ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. വേറൊന്നുമല്ല, നമ്മളെ വീട്ടിൽ 3 ഫേസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചതേ ഇല്ല ഇല്ലേ. നമ്മൾ വിചാരിച്ചു 3 ഫേസ് അല്ലേ, അത് നമുക്ക് എടുക്കാവുന്നതല്ലേ ഉള്ളൂ, വലിയ പൈസ ഒന്നും ആവത്തില്ലായിരിക്കും, ഒരു 10-3000 രൂപയൊക്കെ എൻ്റെ മൈൻഡിൽ അന്ന് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. അപ്പോൾ 3 ഫേസ് ഇല്ല എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ വീട് വാങ്ങിച്ചപ്പം ശ്രദ്ധിച്ചില്ല. വീട് വാങ്ങിച്ച് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ 3 ഫേസ് ഇല്ലല്ലേ എന്ന് ഞാൻ ഈ വീട് വാങ്ങിച്ചെടുത്ത് പറഞ്ഞു. 3 ഫേസ് ഇവിടെ ആരും വലിച്ചിട്ടില്ല. കാരണം ഇവർ തന്നെ ഇപ്പോൾ ഒരു ക്രിയേറ്റ് ചെയ്തൊരു വില്ല പ്രോജക്റ്റ് കണക്കത്തെ ആണല്ലോ. കാരണം ഈ ടാറിങ് എല്ലാം നമ്മളെ ഏരിയയാണ്. അപ്പം നമ്മള് ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മൾ EV കൂടി എടുത്തപ്പം EV വേണമെന്നില്ല. വീട്ടിൽ ഇപ്പം നമ്മളൊരു AC ഉണ്ട്, കുഴപ്പമില്ല, വാഷിംഗ് മെഷീൻ ഉണ്ട്, ഇനി ഒരു ഹീറ്റർ, ഇതെല്ലാം കൂടി വർക്ക് ചെയ്യുമ്പം സിംഗിൾ ഫേസിൽ പറ്റത്തില്ല. അത് മാത്രമല്ല EV കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിലെ ഒരു സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇടരുത്, ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നം കത്തിപ്പോവും, മീറ്റർ കത്തിപ്പോവും, പിന്നെ നമ്മളതിന് ഫൈൻ അടയ്ക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ കാറ് കുത്തിയിട്ട് കഴിഞ്ഞാൽ കാറും നമ്മൾ കണ്ട കൈസ് കണ്ട ഈ ഒരു സാധനം നമ്മൾ കൊണ്ടുവച്ചത് ഇത് 7 കിലോ വാട്ടിൻ്റെയാണ്. പക്ഷേ ഇത് വെച്ചിരിക്കുന്നത് 2.8 കിലോ വാട്ട് സംതിങ്ങിൽ അവർ വന്നിട്ട് ഇതിനകത്ത് സോഫ്റ്റ്വെയറിൽ ചെയ്ത് വെച്ചിരിക്കുക. കാരണം ഇത് ഇത്രയും പവർ ഉള്ളതാണ്, പക്ഷേ നമുക്ക് അത്രയും പവർ ഇവിടെ കൺസ്യൂം ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവർ തന്നെ സോഫ്റ്റ്വെയറിൽ ചെയ്ത് വെച്ചിരിക്കുക. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഫുൾ ചാർജ് ആവേണ്ട വണ്ടി നമുക്ക് 1.5 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ ചിലപ്പം 0 to 100 ഒക്കെ ഫുൾ ചാർജ് ആവുന്നത്. ഇത് 3 ഫേസ് ആക്കി കഴിഞ്ഞാൽ ഇത് അവർ വന്ന് ചെയ്യണോ അതോ? ഇല്ല, അവര് വന്ന് ചെയ്യും. ഞാൻ വിളിച്ചു പറയണോ അവരെ, BYD ടീമിനെ വിളിച്ചു പറയുമ്പോൾ അവർ വന്ന് ചെയ്യും. അങ്ങനെ പിന്നെ നമ്മളിവിടെ നിന്ന് 3 ഫേസ് മേലത്തുള്ളൊരു വീട് അവർക്കും 3 ഫേസ് വേണമായിരുന്നു. അപ്പോൾ അവര് നമ്മുടെ റോഡിൽ നിന്ന് അവരെ വീട് വരെ വലിച്ച്. അപ്പം ആ റേറ്റ് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അതെത്ര 40 സംതിങ് ആയിരുന്നു. അതായത് വേണ്ട, ഞാൻ കാണിച്ചിടാം കേസ്. അവർ വന്ന് കേസ് ഇവിടെ വണ്ടി ചെയ്ത് അവിടെ കിടക്കുന്നത് ദേ ആ ഒരു പോസ്റ്റ് ഉണ്ടോ കേസിന്, ആ ഒരു പോസ്റ്റിൽ നിന്ന് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വലിച്ചിട്ട് ഇവിടുന്ന് നമ്മളെ വീട്ടിലേക്ക് വലിക്കണം. അത്രയും ദൂരേ ഉള്ളൂ. എനിക്കൊന്നും ഒരു 100 മീറ്റർ ഇല്ല. നമുക്ക് ഇവിടുന്ന് കാണാം, 100 മീറ്റർ ഇല്ല. അത്രയും വലിക്കുന്നതിന് എനിക്കായ തുക എന്ന് പറയുന്നത് ഏതാണ്ട് 23,000-22,000 രൂപയായി എനിക്ക് അവിടുന്ന് ഇവിടം വരെ വലിക്കും. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു 15 രൂപ പരിപാടി തീരും, അല്ലെങ്കിൽ ഒരു 7,000-8,000 രൂപയ്ക്ക് ആവത്തുള്ളൂ. പക്ഷെ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമുക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇനി ഒരു AC വേറെ ഒന്നും വെക്കാൻ പറ്റത്തില്ല. ഇപ്പോഴുള്ളതിൽ നമുക്ക് ഈ ഒരു സിംഗിൾ ഫേസിൽ ഇപ്പൊ തന്നെ ഹെവി ലോഡാണ്. ഇനി നമ്മൾ വലിച്ചിട്ട് അല്ല, നമ്മൾ ഇവിടുന്ന് ഈ പോസ്റ്റിലാണ് വലിക്കും. ഇനി ഇവിടുന്ന് ആ വീട്ടിലോട്ട് ഈ പോസ്റ്റിലാണ് വലിക്കുന്നത്. ഈ പോസ്റ്റിനാണ് നമുക്ക് കറണ്ട് ഇട്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെ 3 ഫേസ് വീട്ടിൽ വന്നു സുഹൃത്തുക്കളെ. എൻ്റെ കൂടെ രാവിലെ അങ്ങനെ നമ്മളെ വീട്ടിൽ 3 ഫേസ് വന്നു. അപ്പം നിങ്ങൾ 3 ഫേസിന് വലിക്കണമെങ്കിൽ എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈറ്റിൽ ആദ്യം വേണ്ടത് നമുക്ക് നമ്മളെ വീട്ടിൽ ഇനി എക്സ്ട്രാ നമ്മളിപ്പോൾ ഉള്ള കറൻ്റ് ഉള്ള വാട്ട്സ് എല്ലാം കൂടി ഒരു ഇലക്ട്രീഷ്യൻ വന്നിട്ട് അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ നമുക്ക് ഫേസ് കൺവെർഷൻ്റെ നമ്മളെ KCBയുടെ സൈറ്റ് വഴി അക്ഷയയിൽ പോയിട്ട് ഫേസ് കൺവെർഷൻ കൊടുത്തിട്ട് ഈ ഡോക്യുമെൻ്റായിട്ട് വേണ്ടത് നമ്മുടെ കറണ്ട് ബില്ല്, പിന്നെ നമ്മുടെ ആധാർ, പിന്നെ നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഇലക്ട്രീഷ്യൻ്റെ ഒരു സർട്ടിഫിക്കറ്റ്, ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഫേസ് കൺവെർഷൻ ചെയ്യാം. ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് അമ്പൂട്ടനെ മുടി വെട്ടാൻ വേണ്ടി പോവാണ്. മുടി വെട്ടാന്ന് വെച്ചാൽ ഒന്ന് ലെവൽ ചെയ്യാം. കാരണം ഇവന്റെ കണ്ണിലോട്ട് വളർന്ന് കൈസ് കണ്ടോ. അയ്യോ, മുടിയുടെ നീളം കണ്ടോ? ഉണ്ട് കണ്ടുള്ളുണ്ട്. അതിന് പിടിക്കണ്ട, വേറെ തരാം. കഴിക്കാം. നമുക്ക് ചെറുക്കൻ്റെ ആ ഒരു ഇതേ പോയി കണ്ണിലോട്ട് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പൊ നമ്മളൊന്ന് കൊണ്ട് ഇപ്പോഴത്തെ ചൂട് അതൊന്ന് കളിക്കുമ്പോഴത്തേക്കും തലമുടി മൊത്തം വിയർക്കുക. മുട്ട നമുക്ക് 1.5 വയസ്സാകുമ്പോൾ അടിക്കാം. ഇപ്പൊ നമുക്ക് മുടി നീളം വെട്ടാം. മൃദുല, എനിക്കറിയത്തില്ല, അവന് ട്രിമ്മറിന്റെ ഒക്കെ സൗണ്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കത്രികയൊക്കെ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ പിടിച്ചിരുത്തി ഇന്ന് മുടി വെട്ടിക്കണം കേട്ടോ. എന്തായാലും നമ്മളൊന്ന് ട്രൈ ആണ്. ഇന്നത്തെ യുദ്ധം അതാണ്. ഇന്ന് നമ്മൾ ഇതിന്റെ മുടി വെട്ടുവാണല്ലോ. നീ ഇന്ന് മൊട്ടയാവുമല്ലോ. നിങ്ങളെന്തോടെ ഇന്ന് ക്രിസ്മസ് ആടേ? അല്ല, എല്ലാവർക്കും ഒരു ചുമല കളറ്. ഐ ലവ് മമ്മ. എടീ, നീ ഡാഡിന്റെ വാങ്ങിച്ചപ്പോ നീ മമ്മ ഇറക്കിയില്ലേടി? അയ്യോ, മമ്മ ആൻഡ് ഡാഡ് ഉണ്ടായിരുന്നു. ഓക്കെ. നിക്കറിലുണ്ട് മമ്മ ആൻഡ് ഡാഡ്. അതെ, അടിപൊളി ഡ്രസ് കേട്ടാ. അതുപോലെ ഈ വൈറ്റും റെഡും കൂടി ഭയങ്കര കോമ്പിനേഷൻ. നമ്മൾ ഭയങ്കര എറുപ്പാ. നിന്നെ എവിടെ നിന്നാലും നിന്റെ ഡ്രസ്സും കൊള്ളാം. അങ്ങനെ അമ്പൂട്ടി നമ്മള് മുടി വെട്ടി ഇന്ന് സുന്ദര കുട്ടപ്പനാവും ഇല്ലേ അമ്പു? നമ്മള് സുന്ദര കുട്ടപ്പനാവൂലേ? സുന്ദര കുട്ടപ്പനാവൂലേ? ഉറങ്ങിയോണ്ടല്ലോ, ഉറക്കത്തിരുന്ന് വെട്ടാം. ചില പിള്ളേര് മുടി വെട്ടിയിരുന്ന് ഉറങ്ങും. ചുമല ചുരിദാറ്, ചുങ്കടിയോ?
ചുങ്കടി കളർ. ചുങ്കടി ചുരിദാർ. ഈ ചുരിദാറിന്റെ പേരാണ് ചുങ്കടി. ഈ തുണിക്ക് അങ്ങനെ പറയാം. ഷൂ നടന്നേ. ഓ ഷൂ ഒക്കെ ഇട്ട് നമ്മള് നടക്കാറായി. കുറച്ച് ബാലൻസ് ഉണ്ട്. വീഴാൻ പോകുന്നില്ല അല്ലേ? അതെ, പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു. അയ്യോ നടന്നു വരുന്നേ. റോഡിൽ കൂടെ ഇതാടടെ അമ്പു. എനിക്ക് വയ്യ. ഭയങ്കര കളറ്. വീഡിയോ കാണാൻ പക്ഷെ ഇത്രയും കളറില്ല. നേരിട്ട് കാണാൻ നല്ല എറുപ്പുണ്ട്. കൊള്ളാം കൊള്ളാം, അടിപൊളിയുണ്ട്. ചേർന്നു, സൂപ്പർ. ഇവിടെ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് മുടി വെട്ടത്തുള്ളൂ. തീരെ കുഞ്ഞുങ്ങൾക്ക് വെട്ടൂലല്ലേ? പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. ജസ്റ്റ് ട്രൈ. അമ്പൂട്ടെ ഇരിക്കും, ദൈവത്തിനറിയാം. അവൻ കുരുത്തക്കേടാണെന്നുണ്ടെങ്കിൽ വെട്ടാൻ പറ്റൂല. ഹായ്, ഇത് കാറ്. കാറൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല വെറുതെ ഇപ്പൊ ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. ഉറക്കം മുഴുക്കാതെ പോണതാട്ടോ. കളിപ്പാട്ടൊക്കെ കൊണ്ടാ വന്നേ. നീ കളിപ്പാട്ടം കൊണ്ടാണോ വന്നേ? ഇതിഷ്ടമായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഇന്ന് മുടി വെട്ട് നടക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. മൃദുല റെഫറൻസ് ഒക്കെ കൊണ്ടാട്ടോ വന്നേ. അത് അടിപൊളി ഹെയർ കട്ട് കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് വെട്ടാൻ കേട്ടോ, ഇല്ലെങ്കിൽ നടക്കൂല. കാരണം അവ ഒന്ന് സെറ്റ് ആവട്ടെ. ഇപ്പൊ അവൻ ഇരുത്തിയാൻ ഭയങ്കര കരഞ്ഞ് ലാസ്റ്റ് ഭയങ്കര വഷളാക്കും. ഇല്ലേ മൃദുലേ? അയ്യോ ഇപ്പൊ പറ്റൂല. ആപ്പിളൊക്കെ ഒന്ന് കൊടുത്തേ, ഉറക്കം മുടക്കം ഒന്ന് മാറി ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇതിലേക്കൂടെ ഒന്ന് നടത്തി ഉറക്കം എണീറ്റ് ഉറക്കം മുഴുക്കാതാ പോണത്. നമ്മള് കാറ് നിർത്തിയപ്പോ പോണതാ. കാട് എന്തായാലും മുടി വെട്ടിട്ടേ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഇനി നല്ല കൊച്ചായിട്ടിരിക്കണേ അമ്പു. നിനക്ക് വേണ്ടി അച്ഛൻ വെട്ടാൻ വന്ന ഞാനല്ല വെട്ടിയത്. സമയം നീ സമ്മതിച്ചില്ലേ അമ്മയും വിട്ടു. ഒരുപാട് എക്സൈറ്റ്മെന്റ്. വേണ്ട അവനായിട്ട് പൊരുത്തപ്പെടണം അല്ലേ? നീ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ. കുഴപ്പമില്ല. കാര്യം ഇത് അതൊന്നും വേണ്ടെന്ന് പറ. ആ സാധനം വേണ്ടല്ലേ? ഐ തിങ്ക് അതറിയണ്ട. വായിലായി. അത് വേണ്ടായിരുന്നല്ലേ? ഞാൻ പറഞ്ഞില്ല അത് വെക്കണ്ടെന്ന് പറയാൻ. ഒരു പിടുത്തവും ഇല്ല. ചെറുക്കെ സമ്മതിക്കും ഇല്ലയൊന്നും ഒരു പിടുത്തവും ഇല്ല. അണ്ണനെ തന്നെ നോക്കുവാടി. അതല്ലേ എന്തോ ചെയ്യാൻ പോവാന്ന് അവന് മനസ്സിലായി കേട്ടോ. പിള്ളേരെ മുടി വെട്ടിക്കുന്ന എന്തൊരു പാടാണ് ഇച്ചിരി ആവുന്നത് വരെ. മാക്സിമം അങ്ങ് സ്പീഡിൽ അങ്ങ് ചെയ്യും. അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് പോയി.
അഴുക്ക ചെറുക്കം കായ്സ് ഇത് ഏതൊരു ഇത് അല്ലടി ഇത് അമ്പു അല്ല. എടാ എവിടെ ഞങ്ങളുടെ അമ്പു എവിടെ? എടാ നമ്മളെ അമ്പോടെ. എന്റെ അമ്പു എവിടെ? ഇത് അമ്പു അല്ല. എന്തോ ദൈവമേ, എനിക്ക് നീ വാങ്ങിച്ച കേട്ടോ. ചെറുക്കനെ പിടിച്ചിട്ട് ആരോഗ്യം പോയി. അതെ, അവന് മാത്രല്ല എനിക്കൂടെ ഹെയർ കട്ട് ചെയ്ത് ആ ഒരു ഫീൽ ആയിരുന്നു. ചേട്ടൻ ഇങ്ങനെ എന്റെ മണ്ടേ കൂടെ ഞാൻ ഇറക്കി പിടിച്ചേക്കൊള്ളി കമന്ന് നടന്നൊക്കെ വെട്ടുന്നുണ്ട്. എന്റെ പൊന്നു ഗൈസ്, തൊടാൻ സമ്മതിക്കൂല ഗൈസ്, തൊടാൻ ചെറുക്കൻ സമ്മതിക്കൂല കേട്ടോ. എന്തുവായിരുന്നു അവിടെ പരിപാടി? നിനക്ക് ഇതുണ്ടോ ഒരു ലൈനെ കിട്ട്, അത് മൃദുല പറഞ്ഞ് ഇടിപ്പിച്ചതാ. എന്തായാലും ഇത്രയായി, ഒന്നാ ഒരു ലൈൻ കൂടി എന്തായാലും ഇത്രയൊക്കെ ആയി. നേരെ വെട്ട സമ്മതിച്ചില്ല കേട്ടോ. ഇവിടെ മുടി ഉണ്ട്, കറക്റ്റ് ആയെന്ന് വെച്ചാൽ കറക്റ്റ് ആയില്ല. പക്ഷെ പിന്നെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല. അവര് മാക്സിമം ശ്രമിച്ച് ഭയങ്കര നിർബന്ധമായിരുന്നു. അവന് ഒന്നുമില്ല, അവനെ തുടരുത്. ഇച്ചിരി ഉരുവാവണ്ണ, ഇച്ചിരി ഉരുവാവണ്ണ എന്ന് പറഞ്ഞാ തൊട്ട ഉരുവും ഉരുവാവണ്ണ അങ്ങനെ മോന്റെ എല്ലാരും ഒന്ന് കാണ്ടടാ. നിന്റെ മുടി മുഖത്തെ മുടി വെട്ടിയപ്പോ മുഖത്ത് ഇച്ചിരി വണ്ണം ഫീൽ ചെയ്തു. കവളൊക്കെ ഇച്ചിരി കൊണ്ടാണൊക്കെ തോന്നുന്നു. ഇവിടെ മുഖം എല്ലാം ചുമന്ന് ചെറുക്കനെ അങ്ങനെ പിടിക്കാനും നമുക്ക് തോന്നത്തില്ല ഒരുപാട്. ഇപ്പൊ എന്തോ ഒരു ചിരി അറമാതിപ്പോ നോക്കണേ. അമ്പ് കുരുത്തം കെട്ടവണേ. എന്ത് വേറൊരാള് കയ്യിലിരിക്കുന്ന ഒരു ഫീൽ. അവൻ ബോയ് ആയില്ലേ, ഇപ്പൊ കുഞ്ഞെന്നല്ല, ഇപ്പൊ കറക്റ്റ് ഒരു ബോയ് പോലായി. ഇടയ്ക്ക് എനിക്ക് ഇവിടെ അക്കിയെ പോലെ ഫീൽ ചെയ്ത്. ശരി, അക്കിയുടെ ചെറിയ മോച്ചായുണ്ട് മുടി വെട്ടിയപ്പോ. പോടാ നമുക്ക് കുറച്ച് മീറ്റ് വാങ്ങാണ്ട്. മീൻ, ഇറച്ചി, ചിക്കൻ. ഞാൻ വീട്ടിൽ സ്നാക്സ് പോപ്കോൺ മാത്രമേ കഴിക്കാറുള്ളൂ. ആരാ അറിഞ്ഞൂടെ? ഈ പോപ്കോൺ കൊള്ളാമോ? ബട്ടർ പോപ്കോണോ? അത് ക്രീമോ? കൊറിയനാണ്. എന്തിനു വന്നയാ? ചിക്കനും മീനും മാത്രം വാങ്ങിക്കാനോ? അതല്ലേലും ഇങ്ങനെ ഇവിടെ കേറിയ എല്ലാ സാധനവും ഏട്ടൻ പ്രത്യേകിച്ച് റൂൾസ് ഒക്കെ കൊണ്ടുവന്നേ. കറക്റ്റ് 3000-നകത്തായിരിക്കണം നമ്മുടെ ബഡ്ജറ്റ്. കറക്റ്റ് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം മതിയെന്നേ. എന്ത് ഗൈസ്, അമ്പൂട്ടത്തെ മാളിന് നടുക്ക് ഇറക്കി വിട്ടു. അവൻ കൈ ഇരിക്കുന്നില്ല. ഞാൻ പിടിക്കണ്ടാന്ന്, അതുപോലെ അവനും തന്നെ നടക്കണോന്ന്. നേരത്തെ ഇച്ചിരി തോന്നെ ദൂരം നടന്ന്. ഏടാ മിടുക്ക, നടന്നു പോക്ക്. നടക്കാൻ ഇഷ്ടമാണ്. എവിടെ പോവാ? ഇത് ഞാൻ പോവാടി, തിരിച്ച് ഹൈപ്പർ തന്നെ കയറുവാ തോന്നുന്നു. അങ്ങോട്ട് അച്ഛനെടുത്തോട്ടു. പോണ് ഗൈസ്. ആ ചെരുപ്പിട്ടപ്പോ എനിക്ക് തോന്നുന്നു നല്ല ബാലൻസ് ആയി നടക്കാൻ. ചെരുപ്പിടാതെ ഇത്ര നല്ലോണം നടക്കൂല ഗൈസ്. ഇപ്പൊ നല്ലോണം നടക്കുന്നുണ്ട് കേട്ടോ. ആ മിടുക്ക. ഇങ്ങ വാ. ഓ പോടാ. എടുത്തോ. കരയുന്നാടി. നടക്കുന്ന ഇഷ്ടപ്പെട്ട തോന്നുന്നു. ഫ്രണ്ടാ, ഫ്രണ്ട് പുതിയ ഫ്രണ്ട് വന്ന്. രണ്ടുപേരും അന്തം വിട്ടിരിക്കുക. കൈ കൊടു. കൈ കൊറാ. അതൊന്നും ആ പാട്ടിൽ പോയി. അവ ഇരിക്കത്തില്ല. വീഡിയോ വെച്ചിങ്ങനെ നടക്കുവോ? എടാ മുടി വെട്ടിയപ്പോ വലിയ ഇറക്കണായോടാ. ഇങ്ങനെ നടന്നാ വീട്ടിൽ എത്തൂല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് അമ്പു ഇങ്ങനെ ഓടുന്ന കാണുന്ന. അയ്യോ, നമുക്ക് വർക്കൗട്ടിനൊന്നും ആവശ്യമില്ല ഗൈസ്. മാടി കൂടെ ഞാൻ ഇവനെ എടുത്തോണ്ട് ഓടുവായിരുന്നു ലാസ്റ്റ്. ഇവനെ എടുക്കാൻ സമ്മതിക്കത്തില്ല. അവന് നടക്കണം. ഈ ചെരുപ്പ് എന്റെ ഇട്ട് കൊടുത്തോ ഇപ്പൊ ആലോചിക്കുന്നത്.
നടക്കണം അങ്ങനല്ല, പക്ഷെ മാളില് പോകുമ്പോ ഞാൻ എടുക്കുമ്പോ എന്റെ കൈ കിടന്നങ്ങ് പൊളയാണ്. നടക്കണം, ഒരു കൈ പിടിച്ചെങ്കിലും നടാ, പിടിക്കരുത്, ആരും പിടിക്കരുത്. അവനങ്ങ് ഫ്രീ ആയിട്ട് അങ്ങ് അഴിച്ചു വിടണം. ഇല്ല നിലാവത്ത് അഴിച്ചു വിട്ട കോഴിയെ പോലെ അങ്ങോട്ട് ലുലുമാളിന്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ ഓട്ടമായിരുന്നു. വരുന്നവരെല്ലാരും അവനെ നോക്കുക. അതുമല്ലേ വീടിന്റെ ഗ്യാപ്പില് മാളിട്ട് 2 തൂപ്പൂട. അങ്ങനെ ഒരു വിധത്തിന്റെ പൊന്നു കാശ് നമ്മൾ ഇനി വീട്ടിലെത്തി. മുടി കെട്ടിയ പാടോ എന്റെ ഇന്നത്തെ ഫുൾ ഡേ ഒരു മലമ്പിടുത്ത് വരുന്നു. എന്നിട്ട് ഇപ്പഴും നടത്തത്തിന് കുറവൊന്നും നമ്മളാണ്ട ആ നടത്തത്തിന്റെ കുറച്ചുകൂടെ സ്പീഡ് കൂടി, അതുപോലെ ബാലൻസിങ് കുറച്ചുകൂടെ കൂടി. തുടങ്ങി കേട്ടോ, ഇപ്പൊ നല്ല ബാലൻസ് ആയിട്ട് അയ്യോ പാവബജി ഇവിടെ ആളോ അരമണിക്കൂർ നിന്നൊക്കെ പാവബജി വാങ്ങിച്ചുകൊണ്ട് വന്നതാ. കൊള്ളത്തില്ല, പക്ഷെ ഭയങ്കര എണ്ണയാണോ? ഇത്ര ഓയിലിയുടെ ആവശ്യമില്ല. എണ്ണ ഓയിലിയുടെ മാത്രല്ല, ഓയിലുണ്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഭയങ്കര തിരക്ക് നിന്ന് ഞാൻ ക്യൂ നിന്ന് വാങ്ങിച്ചതാ. തോന്നുന്നു കൊള്ളത്തില്ല. പാവബജിയൊക്കെ നമ്മളെ മുംബൈയിലൊക്കെ പോയി കഴിച്ചിട്ട് ആ സ്ട്രീറ്റിൽ നിന്നുള്ള ടേസ്റ്റ് ഒന്നും നമ്മൾ വേറെ എക്സ്പെക്ട് ചെയ്യരുത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ പാവബജി ഗൈസ് നൈറ്റ് കഴിക്കാനായി ഗോതമ്പ് ദോശ ഇത് നമ്മൾ മാളിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ചിക്കൻ അച്ചാറുണ്ട്, പിന്നെ അമ്പൂന് സ്പെഷ്യലായിട്ട് ടൂണ സലാഡ് വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ഇത് ഗ്രീൻ ആപ്പിൾ സലാഡുണ്ട്. സലാഡ് അല്ലല്ലോ, ഗ്രീൻ ആപ്പിൾ സലാഡല്ലേ, എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ മൃദുല മസാല പുരട്ടി വെച്ചതാ നമ്മുടെ നെത്തോലി. ഈ ചെറുക്കൻ മീനൊക്കെ കഴിക്കണമെന്ന് പറഞ്ഞാൽ വാങ്ങിച്ച ചെറുക്കൻ മീനൊന്നും കഴിക്കത്തില്ല. ഗോതമ്പ് ദോശ ഇഷ്ടമായിരിക്കും. പിന്നെ രാവിലത്തെ കടലക്കറി, അടിപൊളി കടലക്കറി ആയിരുന്നു കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന സ്റ്റൈൽ ഓഫ് കടലക്കറിയാണ്. എങ്ങനെ ഒപ്പിച്ചു, എങ്ങനെ സാധിച്ചു ആ ഒരു കല? അതെ, നല്ല കടലക്കറി. അയ്യേ എടാ, കടലക്കറി ആവശ്യത്തിന് വെള്ളം. അയ്യേ മുക്കല്. നമ്മൾ ചിക്കൻ അച്ചാർ ടേസ്റ്റ് നോക്കാം. ചിക്കൻ അച്ചാർ ചിക്കൻ അച്ചാർ പൊളി. ഡിന്നറിൽ നിന്ന് തോന്നിയായിട്ടുണ്ട്. നമ്മൾ ഫാൾ ഔട്ട് എന്ന് പറഞ്ഞൊരു സീരീസ് കണ്ടോണ്ടിരിക്കുക കേട്ടോ. അടിപൊളി സീരീസാണ്. നമ്മളെന്റെ സീസൺ 2 എത്തി. നമ്മൾ ചുമ്മാ ഒന്ന് കണ്ടു തുടങ്ങിയതാ. നിങ്ങൾ ആമസോൺ പ്രൈമിലുണ്ട് ഫാൾ ഔട്ട് കേട്ടോ. അതൊന്നും കണ്ടു നോക്കുക, അടിപൊളി സാധനം. കാരണം നമ്മളൊരു വേൾഡിൽ ഒറ്റയ്ക്കാവുമ്പോൾ ഉള്ളൊരു സീൻ, കുറച്ച് മനുഷ്യർ മാത്രമേ ഉള്ളൂ അവിടെ, ബാക്കി ആരുമില്ല. അങ്ങനത്തെ കുറേ സീരീസുകളുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ മൂവീസ്. അങ്ങനെ നമ്മള് ലോകം അവസാനിക്കുന്ന ഒരു സംഭവം, നമ്മളും ആ ഒരു ഇതിലായിപ്പോവും, അവരുടെ ലൂപ്പിലായിപ്പോവും. നല്ല മൂവിയാണ്. സോ അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. ഇല്ലേ അമ്പു ഔട്ട് എടുക്കാം. ചാനൽ 5 മില്യൺ അടുപ്പിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വീഡിയോ കാണുന്നവരേ ബൈ. എനിക്ക് വീട്ടിൽ പോണം. ചെണക്കാരെ കാര്യം പറയേ. വാടാമ്പോ വീട്ടിൽ പോടാമ്പോ.